മുക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗിവർഗീസിന്റെ ഓർമ്മ തിരുനാൾ ആഘോഷിച്ചു. ഇടവകയിലെ ജോർജ് വർഗീസ് ജോർജ് നാമധാരികളെ വേദിയിൽ ആദരിച്ചു. ആഘോഷകരമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ശേഷം ലതീഞ്ഞ് നൊവേന എന്നിവയ്ക്ക് ഇടവക വികാരി റവറന്റ് ഫാദർ പോൾ പിണ്ടിയാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നേർച്ചപ്പായസ വിതരണവും വെടിക്കെട്ടിനുവും ഉണ്ടായിരുന്നു. അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ സോജൻ മഞ്ഞല, ജെൻസൺ ജോസ് കാക്കശ്ശേരി, വിൽസൺ പ്ലാക്കൽ, കൊച്ചുവർക്കി തരകൻ, പ്രതിനിധി യോഗ അംഗങ്ങൾ, സംഘടനാ പ്രതിനിധികൾ, പള്ളി ജീവനക്കാർ തുടങ്ങിയവർ ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ജീവിതകാലം ആസ്മ ഉണ്ടാവും. നമ്മൾ ആസ്മനെ പരിപൂർണമായിട്ട് നമുക്ക് തുടച്ചു നീക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ആസ്മ നമ്മുടെ കൂടെ നമ്മുടെ ഉള്ള പോലെ നമുക്ക് എന്താ പറയുക, സാധാരണ ഒരാൾ ജീവിക്കുന്ന പോലെ തന്നെ ആസ്മ രോഗത്തിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് കൊണ്ടുവരും. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും പോലെ തന്നെയാണ്. ഇപ്പോൾ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ വൺസ് നമ്മൾ മരുന്ന് തുടങ്ങിയ ജീവിതകാലം നമ്മൾ കഴിക്കുകയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ആസ്മ രോഗി എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട കാര്യമല്ല. 99 വയസ്സ് വരെ ജീവിക്കുന്ന ആസ്മ പേഷ്യൻസ്. അപ്പൊ അതുകൊണ്ട് ആസ്മ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരുപാട് സിനിമ നടി നടന്മാർക്ക് ഈ ഒരു അസുഖമായിട്ട് അവര് എസ്പെഷ്യലി അത് ആദ്യം തന്നെ എസ് ജാനകി എന്ന ഗായികയോട് തന്നെ പറയാം. എസ് ജാനകി എന്ന ഗായിക 50,000 ഗാനങ്ങൾ പാടി പുള്ളിക്കാരി ഈസി വെച്ചുകൊണ്ട്. അപ്പൊ തന്നെ ആസ്മ എന്ന് പറയുന്നത് നമുക്കൊക്കെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അസുഖമേ ഉള്ളൂ. എന്നിട്ട് പുള്ളിക്കാരി ഇപ്പോഴും 80 കഴിഞ്ഞിട്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. പാർട്ടി സജീവമല്ലാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ ഓരോരുത്തരും എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചതിന് ട്രീറ്റ്മെന്റ് തുടങ്ങലാണ് ആസ്മയുടെ ഏറ്റവും ഇത്. പിന്നെ നമുക്കത് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റും. അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മളിവിടെ സെന്റ് ജോർജ് ക്ലിനിക്കിൽ നമ്മള് ആസ്മ മാത്രമല്ല, നമ്മള് ലങ്സ് ആയിട്ട്, അതായത് ഞാനൊരു പൾമണോളജിസ്റ്റുമാണ്, ഫിസിഷ്യനും കൂടിയാണ്. അമലയിൽ ഞാൻ വർക്ക് ചെയ്ത് ക്രിട്ടിക്കൽ കെയർ, ബേസിക്കലി ഐസിയുലാണ് അമലയിൽ വർക്ക് ചെയ്യുന്നത്. അതിഥിവർ പരിചരണം, വെന്റിലേറ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ ചെയ്തത് പൾമണോളജിയിലാണ്. പക്ഷെ നമ്മൾ ഫിസിഷ്യനായിട്ട് നമുക്കുള്ള എല്ലാ അസുഖങ്ങളും ഒരുവിധം നമുക്ക് നോക്കാൻ സെറ്റപ്പിലാണ് നമ്മൾ സെന്റ് ജോർജ് ഇരിക്കുന്നത്. അപ്പോ ഇതിനൊക്കെ അപ്പോ അച്ഛൻ എന്തെങ്കിലും പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ വീട്ടിൽ ഇതോടൊപ്പം ക്ഷമ ചോദിക്കുകയാണ് നമുക്ക് വൈകിപ്പിച്ചത്. സോറി, സമയത്തിന് വിലയുള്ളതാണ്. അങ്ങനെ ഒരു വളരെ ഒരു മോശം സിറ്റുവേഷനിലെ പേഷ്യന്റ് എത്തിയോട് മാത്രമാണ് നമുക്ക് ഇങ്ങനൊരു ഇതായത്. എല്ലാവരും ക്ഷമിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം. തീർച്ചയായിട്ടും ആസ്മയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് തീർച്ചയായിട്ടും അതായത് ആസ്മ എന്ന് പറയുമ്പോൾ നമുക്ക് പല കാര്യം. കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി തൃശൂർ അപ്ഡേഷൻ സന്ദർശിക്കുക.